അപ്പോൾ ഗുരു ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഗുരു എൻ്റെ പഠനം വരെ നിർത്തിയിട്ട് പറഞ്ഞത് പഠിക്കേണ്ട അവൻ ഇവിടെ നിൽക്കട്ടെന്നും പറഞ്ഞ് ഞാൻ ആയുർവേദത്തിൽ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു നല്ലൊരു പ്രായമൊക്കെ ഇപ്പോൾ ആ ഒരു കൗമാരമൊക്കെ കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വീട്ടിലേക്ക് പോവാം. സ്വാതന്ത്ര്യമില്ലല്ലോ. അങ്ങനെ കുറച്ചാൾ വീട്ടിൽ നിന്ന് വീണ്ടും ആശ്രമത്തിൽ മേഖലകളിലേക്ക് പോയി. ആയുർവേദത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കിച്ചണിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ സിദ്ധത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് കഴിഞ്ഞാൽ ഒരു കയർ ഫാക്ടറി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് നല്ലൊരു പ്രായമായപ്പോഴാണ്, എനിക്കൊരു ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 30-31 വയസ്സുള്ള സമയത്താണ്. അപ്പോൾ ആ സമയം എന്ന് പറയുമ്പോൾ ഗുരു ആദിസങ്കല്പത്തിൽ, അതായത് ഗുരു ശരീരം വിട്ട് പോയി കിടക്കുന്ന സമയത്ത് എൻ്റെ ഒരു വെല്ലിച്ചിൻ്റെ മകനായിട്ട് വരും, ചന്ദ്രബാബു എന്ന് പറയുന്ന കക്ഷിയും ചന്ദ്രബാബുവിൻ്റെ അനിയൻ വിനോദ്, ബിജിക്കുട്ടൻ. അപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ബിജിക്കുട്ടൻ. കാര്യം ഞാനും ബിജിക്കുട്ടനായിട്ട് ഈ 90 കാലഘട്ടത്തിൽ ആശ്രമത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ മാനസികമായിട്ട് ഒരു അടുപ്പമുണ്ട്, എല്ലാ രീതിയിലും ഞങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ ഞാൻ ആക്സിഡൻ്റ് ആയിട്ട് കിടന്നപ്പോൾ ബിജിക്കുട്ടൻ വന്ന് വീട്ടിൽ വന്നിട്ട്, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ആരുമില്ല, അവരെല്ലാം തിരുവനന്തപുരം പോത്തൻകോട് ശാന്തിയിലെ ആശ്രമത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ബിജിക്കുട്ടൻ പറഞ്ഞിടാ സമയം നമ്മൾ കാണുന്ന പോലെയല്ല ആശ്രമം, ഞാൻ ഈ സന്യാസിമാർ, അതായത് ഗുരു, അത് കഴിഞ്ഞ് ഈ ഗുരുരത്ന സ്വാമിയുടെ ചേട്ടനാണ്, ചേർത്തല അനിൽ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം, ഞാൻ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല, അവിടെ പുള്ളി പെണ്ണിന്റെ കാര്യത്തിൽ ഭയങ്കര വീക്ക്നെസ് ഉള്ള ഒരു വ്യക്തിയാണ്. നമുക്കൊരു പണി കിട്ടുന്ന രീതിയിൽ സംസാരിച്ചത്. അപ്പൊ ഇതിക്ക് മുമ്പ് ഞാൻ ഈ ബിജുട്ടന്റെ മരണമായിട്ട് എനിക്ക് സംശയം ഉണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് ഒരു 3 മണിക്കൂർ സംസാരിച്ച് ആശ്രമത്തിന്റെ രീതികൾ ശരിയല്ല, ഇവർ സന്യാസിമാരല്ല, ഇവര് അപ്പൊ എന്നോടൊന്നും തെളിച്ച് പറയുന്നില്ല. അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് വന്നിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ. രാവിലെ 2 പോലീസുകാരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം ഞാൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് അരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല, ഒരു കേരളത്തിലെ അല്ല ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്റ്റേഷനിലും ഞാൻ കയറിയിട്ടില്ല. അപ്പൊ എനിക്ക് പോലീസുകാരെയും അറിയാൻ പാടില്ല, കാരണം നമ്മൾ അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ ഒരാള് ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലും ഒരാൾ ഒരു മുണ്ട് കൊടുത്താണ് വീട്ടിൽ വരുന്നത്, ഒരു വേഷം അതായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു പേരെന്ന് എടുക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ എസ് രാജീവ് എന്ന അഡ്വക്കേറ്റിനെ പോയി കണ്ട് എന്റെ സത്യാവസ്ഥ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ ബിജിക്കുട്ടന്റെ മരണം ഉൾപ്പെടെ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞു. സദ്വേഷണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഒരു 2ാമത്തെ പാർട്ടായിട്ടാണ്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സനൽ കൊടുത്ത ഒരു റിട്ട് ഹർജിയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതിൽ ഉണ്ടായ സാഹചര്യം, ഈ പറയുന്ന ശാന്തിഗിരി ആശ്രമത്തിലെ ശിഷ്യപൂജ എന്ന് പറയുന്നവർ ആ കേസിൽ പ്രതിയാകാനുള്ള സാഹചര്യം, ഗുരുസ്വാമി എന്ന് പറയുന്ന ആൾ കൊടുത്ത ഒരു പരാതി, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുത്തൊരു പരാതിയുടെ പുറത്ത് വരുന്ന FIR ഈ സനലിനെതിരെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ ഈ 2009 നടക്കുന്ന കേസാണ്. 2009 ആ റിട്ട് ഹർജി എന്ന് പറഞ്ഞാൽ WPC നമ്പർ 36,297/2009 സനൽ കൊടുത്തിരിക്കുന്ന റിട്ട് ഹർജി എന്ന് വെച്ചാൽ പോലീസ് ഹറാസ്മെൻറ്റിനെ കുറിച്ചാണ്. കാരണം ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് അദ്ദേഹത്തിനെ വേട്ടയാടുന്നു എന്നുള്ള ഒരു, എന്നുവെച്ചാൽ FIR ഇട്ടുകൊണ്ട് വേട്ടയാടുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പരാതിക്ക് ആധാരമായ ഒരു കാര്യം, FIR നമ്പറുകളും കാര്യങ്ങളും ഞാനൊന്ന് പറയാം. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വെച്ചുള്ള ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം, ഏകദേശ കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞതാണ്, അത് എന്താ പറയുക, വിഡ്രോ ചെയ്താണ് ആ കേസുകൾ. എന്നാലും അതിലേക്ക് വഴിതെളിച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. 2009 FIR നമ്പർ 596 പ്രകാരമാണ് 28/11/2009 ആ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം. കാരണം അതിൽ കൊടുത്തിരിക്കുന്ന മൊഴി, ആ FIR കൊടുക്കുന്ന പരാതി പ്രകാരമുള്ള മൊഴി ഞാൻ വായിക്കാം. അത് ബിജു എന്ന് പറയുന്ന ആളാണ് കൊടുത്തിരിക്കുന്നത്, ആലപ്പുഴ. അരൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ TA അബ്ദുൾ റസത്താർ ആയ എന്നോട് ചന്ദിരൂർ കരുണാകര ഗുരുവിൻ്റെ ജന്മഗൃഹമായ ശാന്തിഗിരി ആശ്രമത്തിലെ ബ്രഹ്മചാരിയായ മുകുന്ദൻ മകൻ 24 വയസ്സുള്ള ബിജു 28/11/2009 2 PM അരൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറയുന്ന മൊഴി. ഞാൻ 3 വർഷമായി ചന്ദിരൂർ ആശ്രമത്തിലെ ബ്രഹ്മചാരിയാണ്. ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും കരുണാകര ഗുരുവിൻ്റെ ആശ്രമം പ്രവർത്തിക്കുന്നുണ്ട്. ആശ്രമങ്ങളുടെ എല്ലാം ഗുരുസ്ഥാനീയ ശിഷ്യപൂജിത ജനനി അമൃതാജ്ഞാന തപസ്വിനിയാണ്. ശിഷ്യപൂജിത ജനനി ഇപ്പോൾ ഉത്തരേന്ത്യയിൽ തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ (27/11/2009)
രാത്രി 11 മണിക്ക് സ്വാമി ഗുരുജ്ഞാന തപസ്വിയുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വരികയും അത് സ്വാമി അറ്റൻഡ് ചെയ്തപ്പോൾ സ്വാമിയെ തട്ടിക്കളയുമെന്നും കൊല്ലുമെന്നും പല പ്രാവശ്യം പറയുകയും പിന്നീട് കേൾക്കാൻ അറപ്പുളവാക്കുന്ന അസഭ്യവാക്കുകൾ ഫോണിലൂടെ പറയുകയും പിന്നീട് ആ ഫോണിലൂടെ തന്നെ ശിഷ്യഭൂത ജന്നി പര്യടനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വരുമ്പോൾ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് നേരിടുമെന്നും പറയുകയും ചെയ്തു. ഉടനെ ബോംബെ പര്യടനത്തിലായിരുന്ന സ്വാമി ചന്ദിരൂർ ആശ്രമത്തിലേക്ക് വിവരം വിളിച്ച് പറയുകയും പോലീസിൽ പരാതിപ്പെടണമെന്ന് പറയുകയും ചെയ്തു. 9947594758 എന്ന നമ്പറിൽ നിന്നാണ് സ്വാമിയുടെ 9447019096 എന്ന നമ്പറിലേക്ക് വിളിച്ചത്, ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. മേൽപ്പറഞ്ഞ 9947594758 എന്ന നമ്പറിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചതിൽ അരൂർ നെല്ലിപ്പുഴ പറമ്പ് വീട്ടിൽ ആനന്ദൻ മകൻ സനൽ എന്നയാളുടെ ഫോണിൽ നിന്നാണെന്ന് മനസ്സിലായി. സനൽ വർഷങ്ങളായി ആശ്രമത്തിൻ്റെ കീഴിലുള്ള ശാന്തിഗിരി കൂട്ടുകുടുംബത്തിൽ ജോലി ചെയ്തിരുന്നയാളാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏതോ കാരണങ്ങളാൽ അവിടെ നിന്നും പിണങ്ങിപ്പോയി. നിരന്തരം അയാൾ അവിടുത്തെ അധികാരികളുമായി വഴക്കുണ്ടാക്കിയതിനാലാണ് അവിടെ നിന്നും പറഞ്ഞു വിട്ടത്. അവിടെ നിന്നും പറഞ്ഞു വിട്ടതിലുള്ള കാരണം അയാൾക്ക് ആശ്രമത്തോട് വിരോധമുണ്ടായിരുന്നു. ആ വിരോധം മൂലമാണ് അയാൾ സ്വാമിയുടെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തത്. സംഭവ സ്ഥലത്തേക്ക് അരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരം വരികയും കിഴക്കുമാറിയാണ്. മൊഴി വായിച്ചു കേട്ടു. ശരി തന്നെ. അപ്പോൾ ഇത് ബിജു എന്ന് പറയുന്ന അന്ന് ബ്രഹ്മചാരിയായിരുന്ന ഇന്നൊരു സന്യാസിയുടെ വേഷത്തിലുള്ള ഒരു അദ്ദേഹമാണ് ഈ ബിജു എന്ന് പറയുന്നത്. കുട്ടഞ്ചാൽ എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ നാമധേയമൊന്നും എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടാണ് ഈ പരാതി കൊടുപ്പിക്കുകയും ഈ FIR ഇടിയുകയും ചെയ്തത് ഈ സ്വാമി ഗുരുജ്ഞാന തപസ്വി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു FIR ആയി. ഇനി ഇതിന് ശേഷമെന്ന് പറഞ്ഞാൽ സനലിന് എന്താ പറയുക, അടുത്തൊരു FIR വരികയാണ്. പരാതികൾ ഇഷ്ടം പോലെ കൊടുത്തു. പക്ഷേ ആ ഈ FIR കൂടാതെ തന്നെ വേറൊരു FIR കൂടി ഈ കേസിന് ആസ്പദമായിട്ട് വരികയാണ്. അത് ഞാൻ പറയാം. ആലപ്പുഴയിലെ അരൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെ 2009 633/2009 പ്രകാരം 18/12/2009 ഈ കേസ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ മൊഴി നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഏതൊരു അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ശാന്തിഗിരി കൂട്ടുകുടുംബ കയറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായ ഒരു ജുനു എന്ന് പറഞ്ഞ VV ജുനു എന്ന് പറയുന്ന ഒരാളാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരാതിയുടെ പുറത്താണ് ഈ FIR ഉണ്ടായത്. എന്ന് വെച്ചാൽ കയർ ഫാക്ടറി കയറി അടിച്ചു പൊളിച്ചെന്നോ എന്തോ പറഞ്ഞുകൊണ്ടാണ് ഈ FIR കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം അക്ഷരങ്ങൾ ചെറുതായ കാരണം വായിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ FIR കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് സനൽ എന്ത് ചെയ്തത്? സനൽ ഈ പോലീസ് ഹറാസ് ചെയ്യുന്നു എന്നുള്ള കാര്യം കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പോലീസ് മേധാവിക്കും എല്ലാവർക്കും, എന്നുവെച്ചാൽ പോലീസിന് എൻ്റെയിലുള്ളൊരു DGP കൊടുത്ത പരാതിയാണ്. DGP കൊടുത്ത പരാതിന്മേലുള്ള കാര്യങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഞാൻ വായിക്കാം. DGP കൊടുത്ത പരാതി ആസ്പദമാക്കിയുള്ള കാര്യം ഞാൻ അത് വായിക്കുമ്പോൾ മനസ്സിലാവും. ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ അവർകൾ സമക്ഷത്തേക്ക് നെല്ലിപ്പുഴ പറമ്പിൽ സനൽ ബോധിപ്പിക്കുന്ന അപേക്ഷ. സാർ, ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ അരൂർ വില്ലേജിൽ അരൂർ എന്ന സ്ഥലത്ത് നെല്ലിപ്പുഴ പറമ്പിൽ ആനന്ദൻ മകൻ 32 വയസ്സുള്ള സനൽ എന്ന വ്യക്തിയാണ്. ഞാൻ ഓർമ്മ വച്ച നാൾ മുതൽ ശാന്തിഗിരി ആശ്രമ സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ വിശ്വാസിയും അവിടുത്തെ കർമ്മരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ അരൂർ ശാന്തിഗിരി കൂട്ടുകുടുംബ കയർ ഫാക്ടറി ജോലി നോക്കി വരികയും അപ്പോഴാണ് അവിടുത്തെ മാനേജരായ അനിൽ ചേർത്തല എന്ന വ്യക്തിയുടെയും അവിടുത്തെ സൂപ്പർവൈസറായ ഒരു പെണ്ണും തമ്മിലുള്ള അനാശാസ്യ പ്രവർത്തനം നേരിൽ കാണുവാൻ ഇടയായത്. ഇത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് നിരക്കുന്നതാണോ എന്ന ചോദ്യം എന്നെ
നീതിക്ക് നിരക്കാത്ത രീതിയിൽ പുറത്താക്കുകയും ചെയ്തു. ഇതിനെതിരെ ഞാൻ ലേബർ ഹൗസിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞതിൽ 2009 നവംബർ 27 ഉദ്ദേശം രാത്രി 11:30 ഈ പ്രശ്നം പറഞ്ഞു തീർക്കാമെന്നും പറഞ്ഞ് മാനേജറായ അനിൽ ചേർത്തലയും ഈ കമ്പനിയുടെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറായ ജുനു എന്നയാളും വീട്ടിൽ വന്ന് മർദ്ദിച്ച് അവശനാക്കുകയും എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് ആരെയൊക്കെയോ വിളിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവശനായി വീട്ടിൽ കിടന്നുറങ്ങിയ എന്നെ പിറ്റേന്ന് രാവിലെ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഫോൺ തട്ടിപ്പറിച്ച് അനിൽ ചേർത്തല അതീവ ഗൂഢാലോചന നടത്തി ഞാൻ സ്വാമിയെയും ഇന്നത്തെ ശിഷ്യഭൂത ജന്നി അമൃതാജ്ഞാന തപസ്വിയെയും അസംഭവം പറഞ്ഞെന്നും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയെന്നും ഞാൻ അറിയുന്നത്. ജനനി VVIP റാങ്കിൽപ്പെട്ടതിനാൽ എനിക്ക് കടുത്ത ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. FIR നമ്പർ 596 എന്ന നമ്പറിൽ 2009 നവംബർ 28 2 PM കേസ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കേസിൻ്റെ ആസൂത്രിതനായ മാനേജർ അനിൽ ചേർത്തലയും ഇവിടെ അനിയനാണ് ശാന്തിഗിരി ആശ്രമ ഓർഗനൈസ് സെക്രട്ടറിയും ഡയറക്ടറും അതിനേക്കാൾ ഉപരി ഏകാധിപതിയുമായ ഗുരുരത്നജ്ഞാന തപസ്വി തൻ്റെ പോലീസുമായുള്ള ഉന്നതാധികാരം ദുരുപയോഗം ചെയ്ത് ഏതോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് എന്നെ അറസ്റ്റ് ചെയ്ത് ഈ കേസിൽ ഞാൻ ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യമെടുത്തിട്ടുണ്ട്. ഇതിൽ പ്രകോപിതരായ ഇവർ കേരളത്തിലുള്ള പല വിശ്വാസികളെ ഉപയോഗിച്ച് പല കള്ളക്കേസ് കൊടുത്ത് എന്നെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനുദാഹരണമായി ഇപ്പോൾ ചന്ദ്രൂരിലെ ഗുരുവിൻ്റെ കുടുംബമായ ചിറ്റേക്കാട്ട് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ എന്ന് പറയപ്പെടുന്ന അരൂർ ശാന്തിതീർത്ഥത്തിൽ താമസിക്കുന്ന റിട്ടയർ സർക്കിൾ ഇൻസ്പെക്ടറായ രഘുവരൻ എന്ന വിശ്വാസിയെ കൊണ്ട് ഞാൻ സന്യാസിമാരെ അസഭ്യം പറയുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് കാണിച്ച് ചേർത്തല DYSP ആയ ദിലീപ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന് പരാതി നൽകുകയും അതിൻ പ്രകാരം ഇദ്ദേഹം എൻ്റെ വീട്ടിലും എന്നോട് ബന്ധമുള്ളവരെയും നിരന്തരം ശല്യം ചെയ്യുകയാണ്. ഈ ആശ്രമത്തിലെ പല രഹസ്യങ്ങളും അറിയാവുന്ന എന്നെ ഒരു ക്രിമിനലാക്കിയാൽ സത്യങ്ങളെല്ലാം ഓടിവെക്കാമെന്നാണ് ഇവർ കരുതുന്നത്. ശാന്തിഗിരി ആശ്രമം ഓർഗനൈസ് സെക്രട്ടറിയും ഡയറക്ടറുമായ ഗുരുരത്നജ്ഞാന തപസ്വിയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ അനിൽ ചേർത്തല എന്ന കമ്പനി മാനേജരും കുടുംബങ്ങളും കൂടിയാണ് ഈ ആശ്രമം ഭരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്യുന്നയാളിനെ ജനനീയെ മുൻനിർത്തി നിർദാക്ഷിണ്യം നശിപ്പിച്ചു കളയും. ഈ സ്വാമിയെ സന്യാസിയാകുന്നതിന് മുമ്പ് വർഷങ്ങളായി അറിയാവുന്ന വ്യക്തിയാണ്. അന്നത്തെ ഇദ്ദേഹത്തിൻ്റെ പേര് ഹരി എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ കയർ ഫാക്ടറി മാനേജർ അനിൽ ചേർത്തല അവിടുത്തെ ഒരു സന്യാസിനിയായ അമലാജന്യമായി അടുക്കുകയും അവിടുത്തെ അന്തേവാസികൾ ഇത് അറിയുകയും ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയും ഇനി മേലിൽ ഇദ്ദേഹവും കുടുംബവും ആശ്രമത്തിൽ കയറരുതെന്ന് വിലക്കുകയും ചെയ്തു. കുറേയേറെ നാളുകൾക്ക് ശേഷം ചേട്ടൻ ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ് ചില ഗൂഢലക്ഷ്യങ്ങളിലൂടെ കടന്നുകൂടിയ അനിയൻ ശാന്തിഗിരിയുടെ വൈദ്യശാലയുടെ പത്തനംതിട്ട റപ്പായും ബ്രഹ്മചാരിയായും അവിടുന്ന് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ സന്യാസിയായും മാറി. അവിടെ നിന്ന് തന്ത്രപരമായി മാറ്റേണ്ടവരെ മാറ്റിയും ഒതുക്കേണ്ടവരെ ഒതുക്കിയും അദ്ദേഹം സന്യാസിമാരുടെ നേതാവായി. ഇദ്ദേഹം ശാന്തിഗിരി സാബഗുരു നവജ്യോതിശ്രീ കരുണാഗുരുവിൻ്റെ ആശയത്തിനും ത്യാഗനിർഭലമായ ജീവിതത്തിനും എതിരായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇദ്ദേഹം അപമര്യാദയെ പ്രവർത്തിച്ചതിനാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലുള്ള മയ്യനാടുള്ള ദയ എന്ന പേരിലുള്ള അഖിലാജന്യ എന്ന സന്യാസിനി അച്ഛനമ്മമാരെ ആശ്രമത്തിലേക്ക് വിളിച്ചു വരുത്തി ഒളിച്ചു രക്ഷപ്പെടുകയും അവരെ അവരുടെ വീട്ടിൽ ചെന്ന് ബലമായി പിടിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ച ഇവരെ നാട്ടുകാർ സംഘം ചേർന്ന് മർദ്ദിച്ചവശരാക്കുകയും ഇവർ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അവിടുത്തെ ഈ പീഡനം റിപ്പോർട്ട് ചെയ്ത ഈ സന്യാസിനെ അന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് പറഞ്ഞിട്ടുണ്ട്. ഈ ഗുരുരത്ന സ്വാമിയും അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ പുഷ്കരൻ എന്നു പേരുള്ള ശാന്തിഗിരി ആശ്രമ ജനറൽ സെക്രട്ടറി ചൈതന്യജ്ഞാന തപസ്വിയും ചേർന്ന് ഗൂഢാലോചന നടത്തി ചന്ദ്രൂർ ഗുരുവിൻ്റെ തറവാടിനടുത്തുള്ള ജനങ്ങളെ മർദ്ദിക്കുകയും അടുത്ത വീട്ടിലെ വളർത്തുപന്നികളെ കൂട്ടിൽ കയറി ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കേസ് അരൂർ പോലീസ് സ്റ്റേഷനിലും ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിലും നടന്നിട്ടുണ്ട്.
അന്ന് ഈ ചൈതന്യ സ്വാമി ചന്ദിരൂർ ആശ്രമം മഠാധിപതിയായിരുന്നു. ഇതുകൂടാതെ ഗുരുവിൻ്റെ കുടുംബത്തിലുള്ളവരുടെ സ്വത്തുക്കൾ ആത്മീയപരമായ കാര്യങ്ങൾ പറഞ്ഞ് ചതിച്ചു വാങ്ങിയിട്ട് എന്നിട്ട് വർഷങ്ങളായി അവരെ ആത്മീയപരമായും മാനസികപരമായും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. ഗുരുവിൻ്റെ അമ്മാവൻ്റെ മകനായ ചിറ്റേക്കാട്ട് പത്മനാഭൻ്റെ രണ്ടാമത്തെ മകനായ ബിജു ചിറ്റക്കാടിനെ ആശ്രമത്തിലെ ഒരു ആഘോഷം നടന്ന ദിവസം രാത്രി സ്വാമി പറഞ്ഞിട്ടെന്നും പറഞ്ഞ് നിർബന്ധിച്ച് 2 ആലപ്പുഴയിലെ വിശ്വാസികൾ വിളിച്ചുകൊണ്ടു പോവുകയും ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ ഒരു ലോറിയുമായി കൂട്ടിയിടിച്ച് മരണപ്പെട്ടു എന്ന വാർത്തയാണ് അറിഞ്ഞത്. ഇദ്ദേഹം എൻ്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു. ഇത് ഒരു ആസൂത്രിത കൊലപാതകമായിരുന്നോ എന്ന് എനിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സംശയമുണ്ട്. കാരണം ഈ കാർ നിർബന്ധിച്ച് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് ഗുരുരത്ന സ്വാമിയുടെ ഏറ്റവും അടുത്തയാളായ ഇന്നത്തെ ചന്ദിരൂർ മഠാധിപതി ഗുരുമിത്ര സ്വാമിയായിരുന്നു. ചന്ദിരൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ ഈ സ്വാമി ഉണ്ടാകുകയും തിരിച്ചു പോന്നപ്പോൾ ഇദ്ദേഹം കയറിയതുമില്ല. ഈ സംഭവം നടന്നത് 2009 ഫെബ്രുവരി 23 വെളുപ്പിന് 2:45 ഈ കാരണങ്ങൾ സംശയം പറഞ്ഞതുമാകാം എന്നെ ഇല്ലാതാക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ഇതിനെല്ലാം ശിഷ്യഭൂത ജന്യയുടെ അനുവാദമുണ്ടെന്നാണ് ഇവർ രഹസ്യമായി പറയുന്നത്. അതിനാൽ ഇന്നത്തെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഏതെങ്കിലും സുപ്പീരിയർ ഓഫീസറെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്നും പോലീസിൻ്റെയും ഗുണ്ടകളുടെയും ഉപദ്രവം ഏൽക്കാത്ത വിധത്തിൽ എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് സനൽ ഒപ്പ്. സ്ഥലം അരൂർ, തീയതി 20/12/2009. അപ്പോൾ ഇതാണ് സനൽ അന്ന് പോലീസ് മേധാവികൾക്ക് അയച്ച, എന്നുവെച്ചാൽ പോലീസ് സ്റ്റേഷനിലും പോലീസ് മേധാവികൾക്ക് അയച്ചതിൽ ബഹുമാനപ്പെട്ട DGP അയച്ചതിൻ്റെ കോപ്പിയാണിത്. അപ്പോൾ ഇത് പ്രകാരം ഈ റിട്ട് ഹർജി ഫയലായപ്പോൾ ഈ ശാന്തിഗിരി ആശ്രമം ചെയ്തതെന്ന് പറഞ്ഞാൽ അടുത്ത ഓപ്ഷൻ സനലിൻ്റെ അച്ഛനെ കൊണ്ട് തന്നെ ഒരു സത്യവാങ്മൂലം കൊടുപ്പിക്കുകയും എന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കൾ ഇവിടെ വിവാഹിതരായിട്ട് ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം അരൂർ കയർ ഫാക്ടറിയിൽ സെക്യൂരിറ്റി ജീവനക്കാരായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ് സനലിനെതിരെ ഒരു സത്യവാങ്മൂലം കൊടുക്കണം ഈ പരാതിക്കെതിരെ. കാരണം ഈ പരാതിയോ ഈ റിട്ട് ഹർജിയോ പ്രകാരം എന്ന് പറഞ്ഞാൽ അമൃതാജന്യ എന്ന് പറയുന്നവർക്കും ഗുരുസ്വാമി എന്ന് പറയുന്നവർക്കും ഗുരുമിത്ര സ്വാമിക്കും ഈ പറഞ്ഞ ജുനു എന്ന് പറയുന്ന ആൾക്കും അനിൽ ചേർത്തലക്കും അങ്ങനെ അവർ കുറച്ച് പേർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് മെസ്സഞ്ചർ മുഖാന്തരം നോട്ടീസ് വന്നിരിക്കുകയാണ് ഈ കേസിനെ കുറിച്ച് വിശദ വിവരങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ ഇവർ ഹാജരാകേണ്ടി വരുമെന്നുള്ള ആ ഒരു ഭയം വന്നപ്പോൾ ഇവർ ഹാജരായി കഴിഞ്ഞാൽ ഈ കള്ളത്തെളിവുകളൊക്കെ ഉണ്ടാക്കിയാണല്ലോ ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്കത് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഈ കള്ളത്തരങ്ങളെല്ലാം കാണിച്ചത്. അപ്പോൾ ആ കള്ളത്തരം കാണിക്കാൻ ഈ ജന്യയുടെ അനുവാദത്തോടെയാണ് ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ പറയുന്ന സനലിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, 2 പെൺമക്കളുടെ ജീവിതം ഇവിടെയാണ്, നിങ്ങളിവിടെയാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ പറയുന്നത് പോലെ കേൾക്കണം. അതുകൊണ്ട് അവനെതിരെ സത്യവും വിദ്യയും എല്ലാം കൂടിക്കലർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇവരെ പരിപാടി ഇതൊക്കെ തന്നെയാണ്, സത്യവും വിദ്യയും എന്ന് വെച്ചാൽ കുറച്ച് സത്യങ്ങളും അതിനേക്കാളേറെ കള്ളത്തരങ്ങളുമായിട്ടുള്ള ഒരു സത്യവാങ്മൂലം ഇദ്ദേഹത്തിനെ കൊണ്ട് എഴുതിപ്പിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല. പിന്നീട് എന്നെ വിളിച്ചിട്ടാണ് ഇത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു സത്യവാങ്മൂലം ഞാൻ വായിക്കാം. അതിൽ കുറച്ച് സത്യങ്ങളും അതിനേക്കാളേറെ അസത്യവും നിറഞ്ഞതായിരുന്നു ആ പറഞ്ഞ ഒരു സത്യവാങ്മൂലം കൊടുത്തത്. അപ്പോൾ ആ സത്യവാങ്മൂലം ഒന്ന് വായിക്കാൻ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എറണാകുളം മുമ്പാകെ WPC നമ്പർ 36,297/2009 ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ അരൂർ ദേശത്ത് നെല്ലിപ്പുഴപ്പറമ്പിൽ കണിയാമ്പടി വീട്ടിൽ താമസം OK രാഘവൻ മകൻ 61 വയസ്സുള്ള ആനന്ദൻ ഭയഭക്തി ബഹുമാന പുരസ്സരം സമർപ്പിക്കുന്ന സത്യവാങ്മൂലം. ഞാൻ അരൂർ സ്ഥിതി ചെയ്യുന്ന ശാന്തിഗിരി കൂട്ടുകുടുംബ കയർ എന്ന സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയായി ജോലി നോക്കി വരുന്നു. ഈ കേസിലെ വാദി സനൽ OA എൻ്റെ 3 സന്താനങ്ങളിൽ 2ാമത്തെ ആളാണ്.
ഞാനും എൻ്റെ ഭാര്യ ലളിതയും കൂടി മരടിൽ താമസിച്ചിരുന്ന കാലത്ത് 1996 ജൂലൈ മാസത്തിലാണ് സനൽ മരട്ടിലുള്ള എൻ്റെ വീട്ടിൽ വെച്ച് ജനിക്കുന്നത്. മകൻ സനൽ മാങ്കയിൽ UP സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് തന്നെ അവൻ കുറ്റവാസനങ്ങൾ പ്രകടമാക്കിയിരുന്നു. സഹോദരിമാരോടും മറ്റ് കൂടെ പഠിക്കുന്ന കുട്ടികളോടും ക്രൂരമായി പെരുമാറുക പതിവായിരുന്നു. ഇതിനെ തുടർന്ന് എൻ്റെ ഭാര്യ ഉറങ്ങിക്കിടന്ന സമയം സനൽ അവളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്ലഗിൽ വയർ ഘടിപ്പിച്ച് ഷോക്ക് അടിപ്പിക്കുവാൻ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. ഇവൻ്റെ ഈ വിധ സ്വഭാവങ്ങളെപ്പറ്റി ശാന്തിഗിരി ആശ്രമ സ്ഥാപക ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിൻ്റെ അടുത്ത് സമർപ്പിച്ചപ്പോൾ അവനെ ദുർഗുണ പരിഹാര പാഠശാലയിൽ പ്രവേശിപ്പിച്ച് പരിഹാരം നേടുവാൻ ആജ്ഞാപിച്ചതനുസരിച്ച് ഞങ്ങൾ അവനെ തൃശ്ശൂരിലുള്ള ദുർഗുണ പരിഹാര പാഠശാലയിൽ അയക്കുകയും ചെയ്തു. 1990 കാലഘട്ടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ പ്രവേശിച്ചതിന് ശേഷം നല്ലവനായി നിന്നുകൊള്ളാമെന്ന് അവൻ തന്നെ കരഞ്ഞ് പറഞ്ഞതനുസരിച്ച് 2 മാസത്തിന് ശേഷം അവിടെ നിന്ന് കൊണ്ടുവന്നു പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ നിർത്തുകയും 5 വർഷത്തോളം കാലം അവിടെ നിൽക്കുകയുണ്ടായി. ആ കാലയളവിൽ അവിടെയും ചെറിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ മരടിൽ നിന്നും അരൂരിലേക്ക് താമസം മാറുകയും ചെയ്തു. പോത്തൻകോട് നിന്നും സനൽ പിണങ്ങുകയും തിരിച്ച് എൻ്റെ അരൂരിലുള്ള വീട്ടിലേക്ക് വരികയും ചെയ്തു. കുറേ കാലങ്ങൾക്ക് ശേഷം 2006 മുതൽ വീണ്ടും ആശ്രമത്തിൻ്റെ എറണാകുളത്തുള്ള ഉപാശ്രമത്തിൽ അവനെ കൊണ്ടാക്കുകയും അന്തേവാസിയായി അവിടെ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. 2 വർഷത്തിന് ശേഷം അവിടെ നിന്ന് പിണങ്ങി കുറച്ചു കാലം വീട്ടിൽ വന്ന് നിന്നിട്ട് അരൂരിലുള്ള ആശ്രമം വക കൂട്ടുകുടുംബ കയർ എന്ന സ്ഥാപനത്തിൽ 3 മാസക്കാലം ജോലി ചെയ്തിരുന്നു. ജോലിയിലുള്ള വീഴ്ചയെ തുടർന്ന് അവിടുത്തെ മാനേജരുമായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായും കലഹിച്ച് ജോലി ഉപേക്ഷിച്ച് പോരുകയാണ് ഉണ്ടായത്. എൻ്റെ മകൻ എന്നോടും ഭാര്യയോടും അവൻ്റെ സഹോദരിമാരോടും മറ്റു ബന്ധുക്കളോടും ഇടയ്ക്കിടെ അകാരണമായി ലഹരി കൂടാറുണ്ട്. ഇപ്പോൾ അവൻ വീട് വിട്ട് നല്ലതല്ലാത്ത കൂട്ടുകെട്ടുകളിൽ ഇടപെട്ട് ജീവിച്ചു വരുന്നതായാണ് അറിയുന്നത്. ഈ കഴിഞ്ഞ 17-ാം തീയതി വ്യാഴാഴ്ച അവൻ്റെ കൂട്ടുകാരുമായി അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മതിൽ ചാടിക്കടന്ന് വന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ കയറുകയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ചീത്ത വിളിക്കുകയും കൊന്നുകളയുമെന്ന് ഭയപ്പെടുത്തുകയും മുറിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു. എൻ്റെ മകൻ സനൽ പല ക്രിമിനൽ കേസുകളിലും ഇതിനു മുമ്പ് പ്രതിയായിട്ടുണ്ട്. പല ലഹള കേസുകളിലും ഇടപെട്ട് അവന് പരിക്കുകളും പറ്റിയിട്ടുണ്ട്. മുകളിൽ പറഞ്ഞിരിക്കുന്ന സംഗതികളെല്ലാം സത്യമാണെന്ന് ഞാൻ ഇതിനാൽ ഉറപ്പു തരുന്നു. 2009 ഡിസംബർ മാസം തീയതി 24-ാം തീയതിയാണെന്ന് തോന്നുന്നു. തീയതി ഒപ്പിട്ടിരിക്കുന്നു OR ആനന്ദൻ. അദ്ദേഹം കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലമാണ് ശാന്തിഗിരി ആശ്രമത്തിന് വേണ്ടി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലമാണിത് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ പിന്നീടാണ് സനലിൻ്റെ അച്ഛന് പോലും അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു എന്ന് മനസ്സിലായത്. കാരണം ഈ മക്കളുടെ ജീവിതവും ഈ 2 പെൺമക്കളുടെ ജീവിതവും എന്താ പറയുക മര്യാദക്കല്ലെങ്കിൽ ബന്ധം വേർപെടുത്തുമെന്നും ആ രീതിയിൽ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ജോലിയിലുള്ള അദ്ദേഹം അന്ന് കയർ ഫാക്ടറി ജോലി നിൽക്കുകയാണല്ലോ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുമെന്നും അദ്ദേഹത്തിന് എന്താ പറയുക ആശ്രമത്തിൽ കയറാൻ പറ്റത്തില്ലെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് ഇതെല്ലാം ചെയ്തത്. ഇതെല്ലാം ചെയ്യിച്ചത് ഈ സത്യവാങ്മൂലം കൊടുപ്പിച്ചത്. പിന്നീട് അദ്ദേഹം അത് പറയുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് എന്താ പറയുക കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു നിലവിളക്കും കൊടുത്ത് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. ഈ കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ ഒഴിവാക്കി. അപ്പോൾ ഇത് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ 2009 ഈ പറയുന്ന കേസുണ്ടാകാനുള്ള സാഹചര്യം ഇതാണ്. ഈ പറയുന്ന അനിൽചേർത്തല എന്ന് പറയുന്ന ആളുടെ ആ പ്രവൃത്തി ദോഷം കൊണ്ട് സനൽ കാണുകയും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും അത് മുഖാന്തരം ഒരു വിഷയം ഉണ്ടാക്കുകയും ആ വിഷയത്തിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിഷയം സനലിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു വിഷയം ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ പറയണ അത് സ്വാമിയുടെ ഫോണിലേക്ക് വിളിച്ചു, അങ്ങനെ റെക്കോർഡ്സ് ഉണ്ടാക്കുകയും
അതിൻ്റെ മാറ്റർ എന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് നേരിടുമെന്ന് അമൃതാജന്യ വരുമ്പോൾ അങ്ങനെയാണ് പോലീസിനെ കൊണ്ട് ഈ പോലീസ് ഹരാസ്മെൻറ്റ് ഉണ്ടാക്കിച്ച് ഇദ്ദേഹത്തെ ഒരു പക്ക ക്രിമിനലായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുത്താനാണ് ഗുരുരത്നസ്വാമി എന്ന് പറഞ്ഞ ആൾ ശ്രമിച്ചത്. അപ്പോൾ അത് പിന്നീടെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചാണ് ഇതൊന്ന് കോംപ്രമൈസ് തരണമെന്ന് പറയുന്നത്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം വെച്ചാൽ എൻ്റെ അനിയൻ്റെ ആ ഒരു കൊലപാതകമാണെന്ന് ഇദ്ദേഹം സംശയിക്കുന്നതൊക്കെ അതിൽ വന്നിരിക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ 2016 DGP കൊടുത്തതെന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട DGPക്ക് 2016 ഞാൻ കൊടുത്ത പരാതിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അനിയൻ്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ സനൽ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പൂർണ്ണമായി ഒരു മനസ്സിലാക്കാതെ ഒരു കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു സംശയമായിട്ട് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ അവിടെ സെക്യൂരിറ്റി മാനായിട്ട് ഇരുന്നപ്പോൾ അവിടെ നടന്ന പല മരണങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ കാരണങ്ങളും എല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്, ഇവർ ചെയ്തതെന്നുള്ളതൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് സംബന്ധമായിട്ടാണ് എന്നെ വിളിച്ചിട്ട് ഈ കേസിനെ കുറിച്ച് എന്നെ വിളിച്ച് കാല് പിടിച്ചത് ഒഴിവാക്കിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനി എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ കാലശേഷം നമ്മൾ എന്താ പറയുക, ഗുരു ആസങ്കല്പത്തെ അല്ലെങ്കിൽ ദേഹവിയോഗം ചെയ്തതിന് ശേഷം അമൃതാജന്യാണ് ഇതിൻ്റെ എല്ലാം അധികാരിയെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചു, നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഗുരുവിൻ്റെ കൃത്യമായിട്ടുള്ള ബൈലോകൾ പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നമ്മളെ ധരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗുരുവാക്കിനെ അനുസരിച്ചാണ് ഇത് ഈ ശാന്തിരാശ്രമം പ്രവർത്തിക്കുന്നതെന്ന് നമ്മളെ ധരിപ്പിച്ചുകൊണ്ടാണ് കൂടെ നിർത്തിയത്. അപ്പോൾ അമൃതാജന്യ കേസിൽ പ്രതിയാവുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് എന്നെ ഉപയോഗിച്ച് തന്നെ സനലിനായിട്ട് ആ കേസ് വിഡ്രോ ചെയ്യിപ്പിക്കാൻ പ്രഷർ വന്ന് ഞാനത് അതിലിടപെട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എനിക്ക് വേറൊരു ഇതും കൂടി ഇവർ ചെയ്തു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനാണ് സനലിനെ സഹായിക്കണമെന്നും പറഞ്ഞ് എൻ്റെ വീട് പണിയാൻ വെച്ചിരുന്ന ഒരു 18 ലക്ഷം രൂപ അമൃതാജന്യ പറഞ്ഞിട്ട് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സ്നേഹനിധി എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ബാങ്കുണ്ട്, ആ ബാങ്കിൽ നിക്ഷേപിക്കാൻ ഞാൻ വീട് പണിയാൻ വേണ്ടി അമൃതാജന്യ എടുത്ത് ചെന്നപ്പോൾ അമൃതാജന്യ എന്നോട് പറഞ്ഞു, ഇപ്പോൾ വീട് പണിയേണ്ട ദോഷ സമയമാണ്, നമ്മുടെ പർണശാലയുടെ പണിയെ കഴിയട്ടെ, മോനെ ആ കാശ് ഒരു കാര്യം ചെയ്യും ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. 2008 സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ ഈ പൈസ കൊണ്ട് അമൃതാജന്യയിൽ ഏൽപ്പിക്കുകയും അത് നിർമ്മലാജന്യ കൈമാറിയിട്ട് അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ തരാൻ പറയുകയും ചെയ്തെങ്കിൽ, ചെക്ക് തരാൻ പറയുകയും ചെയ്തെങ്കിലും പിന്നീടാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നീടുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അത് കുറേ നാൾ പിന്നെ തന്നില്ല. അവർ ഇതിനെക്കുറിച്ച് പൈസ വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ചെക്ക് തന്നില്ല, റെസിപ്റ്റ് തന്നില്ല. അതിനുശേഷം ഈ കേസ് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർ അതുവരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി, തരാം ഓരോരുത്തർ സ്ഥലത്തില്ല, അവർ വരട്ടെ ഇവർ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ കേസ് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ കാലത്തേക്ക് എന്നെ വെച്ചത് കോംപ്രമൈസ് ചെയ്തെങ്കിലും ഈ പണത്തിനൊരു ചെക്ക് തരികയോ റെസിപ്റ്റ് തരികയോ ചെയ്തില്ല. ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ 2016 ഞാൻ നിർബന്ധിച്ച് വളരെ ഫോഴ്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചെക്ക് തരണം, ഇത് തരണമെന്നൊക്കെ പറഞ്ഞ് നിർമ്മലാജൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, അമൃതാജൻ്റെ അടുത്തും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സുധീന്ദ്രൻ തീർത്ഥൻ എനിക്ക് ഒരു 63-ാം നമ്പറായിട്ട് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു റെസിപ്റ്റ് തരുന്നത്. എന്നുവെച്ചാൽ 13/4/2016 18 ലക്ഷം രൂപയുടെ ഒരു റെസിപ്റ്റ്, ഇത് വെച്ചോ ഇത്. അപ്പോൾ ഞാൻ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിച്ചു. 18 ലക്ഷം രൂപയുടെ പിന്നെ 5 വർഷത്തേക്കാണ് ഡിപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ 18% പലിശ തരാമെന്നും പറഞ്ഞ് അതിൽ ഡിപ്പോസിറ്റ് ചെയ്തായിട്ട് ഒരു റെസിപ്റ്റ് തരുന്നു. അതിനനുബന്ധ രേഖകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, നിർമ്മലാജന്യയുടെ അടുത്തും ചെന്ന് ചോദിച്ചാൽ ഫിനാൻസ് സെക്രട്ടറി ആണല്ലോ ഈ വർഷങ്ങളായിട്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അവരും തരാം, ഘട്ടം ഘട്ടമായിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഈ റെസിപ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അത് 5 വർഷം കഴിയട്ടെ, കാരണം വീട് പണി പിന്നീട് ചെയ്യാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ 5 വർഷം കൂടി കഴിയട്ടെ, അത് ഇപ്പോൾ നല്ലൊരു എമൗണ്ടായിട്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിരുന്നപ്പോഴാണ് പിന്നെ 2017 ആയപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് പറ്റി, 5 വർഷം എന്ന് പറഞ്ഞാൽ 2021 ആയപ്പോഴെന്ന് പറഞ്ഞാൽ 5 വർഷം പൂർത്തിയായി. ഞാൻ പല ആൾക്കാരെ ചോദിപ്പിച്ചു ഈ പൈസ, പക്ഷേ തരുന്ന ലക്ഷണമില്ല. എന്നുവെച്ചാൽ ഈ പലരെയും പറ്റിച്ച കൂട്ടത്തിൽ ഈ പറഞ്ഞ സുഹിത്തിന, നമ്മുടെ മദ്യക്കേസിൽ മദ്യ ഫാക്ടറി തുടങ്ങാനെന്നും പറഞ്ഞ് 70 ലക്ഷം രൂപ അങ്കമാലി സ്വദേശിയായ സുഹിത്തിനെ പറ്റിച്ച് മേടിച്ചതുപോലെ തന്നെ എന്നെയും പറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അത് കേസ് കൊടുത്ത പോലെ തന്നെ ഞാനും എന്ത് ചെയ്ത് 2023 16/3/2023 ഈ പറയുന്ന
ഈ ആശ്രമ ജനറൽ സെക്രട്ടറിയായ ഗുരുരത്നസ്വാമി എന്ന് പറഞ്ഞാക്കും, ഫിനാൻസ് സീനിയർ മാനേജറായ സുധീന്ദ്രതീർത്ഥ് എന്ന് പറഞ്ഞാക്കും, ആശ്രമം ഫിനാൻസ് സെക്രട്ടറി എന്നറിയപ്പെടുന്ന നിർമ്മല ജ്ഞാന തപസ്വിനിക്കും ആശ്രമം മഠാധിപതി എന്നറിയപ്പെടുന്ന അമൃത ജ്ഞാന തപസ്വിനിക്കും നോട്ടീസ് അയച്ചു. ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ പണവും 18% പലിശ അടക്കം എൻ്റെ ബാങ്ക് ഓഫ് ബറോഡയിലുള്ള ആ ബാങ്കിൽ തരണമെന്നും പറഞ്ഞു. പക്ഷേ അവരത് മറുപടി തരികയോ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ബഹുമാനപ്പെട്ട നമ്മളൊരു അഡ്വക്കേറ്റ് മുഖാന്തരം വക്കീൽ നോട്ടീസ് അയച്ചു. അതിനുശേഷം പോത്തൻകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അതിനുശേഷം SP പരാതി നൽകി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ കോടതിയിൽ ഇപ്പോൾ ആ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ തുടർ നടപടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന അമൃതാജിനിക്കും ഗുരുസ്വാമിക്കും നിർമ്മലാജിനിക്കും സുധീന്ദ്രതീർത്ഥത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ മദ്യക്കേസിൽ പോലെ തന്നെ പലരെയും എൻ്റെ നിരീക്ഷണത്തിൽ പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ഒട്ടനവധി ആൾക്കാരെ നിന്ന് പൈസ മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുക, ഈ ബാങ്കിലേക്കെന്നും പറഞ്ഞ് തിരിച്ചു ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കേസിലകപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, പിന്നെ അല്ലെങ്കിൽ ഗുണ്ടാക്രമണം ഉണ്ടാവുക, അങ്ങനെയുള്ള പല കലാപരിപാടികളാണ് ഇവർ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ സത്യസന്ധമായിട്ട് നടത്തേണ്ട ആശ്രമത്തെ ആ ബൈലോകൾക്ക് വിരുദ്ധമായിട്ട്, എന്നുവെച്ചാൽ ബൈലോകളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട്, ബൈലോയുടെ നിയമങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ട് ഇവർ ഇത് സ്വന്തം സ്വകാര്യ സ്വത്തായിട്ട് അനുഭവിക്കുന്ന രീതിയിൽ, എന്നുവെച്ചാൽ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ നമ്മുടെ 2 കോളേജുകളിലേക്ക് ഇത് വരുന്നത്, ഡൊണേഷനായിട്ട് കിട്ടുന്നത്. എന്നുവെച്ചാൽ 5.5 കോടി രൂപ ഒരു വർഷം കിട്ടുമെന്നുള്ളതാണ് എനിക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2 കോളേജ്, സിദ്ധ ആയുർവേദ കോളേജിൽ നിന്ന് ഡൊണേഷനായിട്ട് മാത്രം. ബാക്കി പിന്നെ ഫീസുകളും മറ്റുള്ള ഫുഡിൻ്റെ ഫീസ്, പഠന ഫീസ്, മറ്റുള്ള ഹോസ്റ്റൽ ഫീസൊക്കെ വേറെ. ഡൊണേഷനായിട്ട് മാത്രം ഒരു സീറ്റിന് 8 മുതൽ 12 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അങ്ങനെ 2 കോളേജിലായിട്ട് 55 സീറ്റ് ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ സീറ്റുകൾക്ക് ഇവർക്ക് യഥേഷ്ടം ഈ പറയുന്ന പൈസക്കാണ് ഡൊണേഷൻ വാങ്ങിച്ചുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. ഇതൊന്നും ഒരിടത്തും അക്കൗണ്ടുള്ളവല്ല ഈ പറയുന്ന മേടിക്കുന്ന പൈസകളൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഇവരെ സ്വകാര്യ സ്വത്തായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, എന്നാൽ ആശ്രമത്തിന് ഒരു സ്വകാര്യ സ്വത്തായിട്ട് മാറ്റി സർക്കാർ ഫണ്ടുകളും ഗ്രാൻറ്റുകളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ, രേഖകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അല്ല വെറുതെ മനസ്സിലാക്കിയതല്ല, അല്ലാതെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയും കാര്യം സനലിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെ ഒരാളെ ഒതുക്കാൻ വേണ്ടി, കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടി, ഒരാളെ ഗുണ്ടാലിസ്റ്റിൽപ്പെടുത്താൻ വേണ്ടി ഇവർ ചെയ്ത ഒരു FIRയുടെ നിയമവ്യവസ്ഥയെ തന്നെ ചതിച്ചുകൊണ്ട്, അപ്പോൾ അതിന് മുഖാന്തരമാണ്, അങ്ങനെയാണ് ഈ പറയുന്ന 2009 ഈ പറയുന്ന അമൃതാജിനി കേസിൽ പ്രതിയായി ഹൈക്കോടതിയിലെ ഈ കേസിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇത്രയുമാണ് ഈ കേസിലുള്ള. മറ്റുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സമയബന്ധിതമായി പറയാൻ സാധിക്കാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ്. അപ്പോൾ ഇതാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം വെച്ചാൽ എന്നോടുള്ള വിരോധം വെച്ചാൽ ഈ കേസിനെ ഞാൻ സഹായിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് ഇവർ എൻ്റെ ഫണ്ട് പിടിച്ചു വെച്ചത്. എൻ്റെ ആശ്രമത്തിലുള്ള ആ സ്നേഹനിധി എന്ന് പറയുന്ന പ്രൈവറ്റ് ബാങ്കിലേക്കുള്ള ഫണ്ട് പിടിച്ചു വെച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കേസിൽ ഞാൻ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് സനലിൽ. കാരണം ഒരാൾ കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ബന്ധങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാകും അദ്ദേഹം. പക്ഷേ എന്താ പറയുക, ഇതാണ് ഈ കേസിൻ്റെ നിജസ്ഥിതി. ഒരാളെ ഇല്ലായ്മ ചെയ്യുക എന്ന് വെച്ചാൽ അനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ അനാശാസ്യ പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയും അത് ചോദ്യം ചെയ്തതിനും ഈ ഗുരുരത്നസ്വാമിയുടെ ചേട്ടൻ എന്നുള്ള ഒറ്റ പ്രിവിലേജ് വെച്ചുകൊണ്ട് ഒരാളെ നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഇയാളെ മാത്രമല്ല, ഒട്ടനവധി ആൾക്കാരെ ഇവർ ഈ പറയുന്ന കേസിൽപ്പെടുത്തി നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആശ്രമത്തിൽ ഉണ്ടായിരുന്ന പലരെയും. പക്ഷെ അവർക്കൊന്നും തിരിച്ച് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതികരിക്കാൻ കഴിഞ്ഞവരുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഇവർ പരാജയപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ കേസുമായിട്ട് സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ മറ്റുള്ള പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമം പണം പറ്റിച്ച ഒട്ടനവധി ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആളുകൾക്ക് വേണ്ടി നിയമസഹായങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട. കാരണം വെച്ചാൽ പണമായിട്ട് മേടിച്ചിട്ടുണ്ട്, വസ്തുവായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സ്ഥാപന ഭരണശാലയ്ക്ക് വേണ്ടി ഒട്ടനവധി കോടിക്കണക്കിന് രൂപ പലരിൽ നിന്ന് സമാഹരിച്ചിട്ട് റെസീപ്റ്റ് ഒന്നും കൊടുക്കാത്തതുണ്ട്. പിന്നെ അതുകൂടാതെ വെച്ചാൽ കിലോ കണക്കിന് സ്വർണ്ണങ്ങൾ സമാഹരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവർ സ്വകാര്യപരമായ പല കാര്യങ്ങളിലേക്കും വഴിവെട്ടി ചിലവാക്കിയിട്ടുണ്ട്. ഇതിനു വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ നിയമ സംവിധാനങ്ങളെപ്പോലും ഇവർ വിലക്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഫ്രീ ആയിട്ട് പഞ്ചകർമ്മ മസാജ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ പൈസ കൊടുക്കുക, പാരിതോഷികം കൊടുക്കുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ, പുരസ്കാരങ്ങൾ കൊടുക്കുക.
ആ പുരസ്കാരങ്ങൾ കൊടുത്ത് സ്വാധീനിക്കുക, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റുള്ള എന്താ പറയുക രേഖകളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട നിയമസഹായങ്ങളും വേണ്ട കാര്യങ്ങളും നമ്മൾ രേഖാമൂലം വരികയാണെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് സദ്വിഷമം.